നൗഫൽ സഖാഫി ഉണ്ടല്ലേ ഇങ്ങനെ വാങ്ങി വന്നോണ്ടല്ലേ. നൗഫൽ സഖാഫി മുത്താലിമായിട്ട് പഠിക്കുന്ന ടൈമിലും റമളാനിൽ പള്ളിക്ക് തറാവീഹ് പോയിട്ട് ഉസ്താദുമാരെ കണ്ടിട്ട് ഉറുദു ചൊല്ലട്ട ഉസ്താദ് അതൊക്കെ ചാൻസ് കണ്ടാറാ ഉസ്താദ്. ഖത്തീബ് ഉസ്താദുമാരെ കൈ പോയി പിടിച്ചു ഇറങ്ങ ഇപ്പൊ നിനക്കൊണ്ടു കൈ പോയി പിടിച്ചിട്ട് മുത്തുര ഫസ്റ്റ് എന്തി മുത്തുര ഒന്നുണ്ട ആ പ്രസത്തിലെങ്കിലും ഉസ്താദ് ഉറുദിക്ക് ഒരു ചാൻസ് തരട്ട്. ഇവിടെ വേറെ ഹർജി ഉണ്ട് വേറെ ഉണ്ട് എന്നിട്ട് ചൊല്ലാണ്ടിക്കോ. ഓ ഈ മുത്താലിമ്പു നല്ല അതപ്പുണ്ടു ഒന്ന് കൈയെങ്കിലും മുത്തിത്തല്ലേ ഖത്തീബ് ഉസ്താദിന്. ഞങ്ങൾ പോയിട്ട് കൈ ഫസ്റ്റ് ആക്കിയെന്നോ സാറ കൈ മുത്തിയുന്ന ജോറിലെ മുത്തിയുന്ന. ഇനി വേറെ ഹർജി എന്തുണ്ടോ ഇണ്ട് വാലെന്തോ ആവാല ഉറുദിക്കുന്ന എന്തോ ചാൻസ് ഇല്ല ചൊല്ലണ്ട. ലാസ്റ്റ് പിന്നെ ഞങ്ങൾ ചൊല്ലേണ്ടൊന്നുണ്ട് എന്തിനെ ഹർജി കെട്ടു ഉസ്താദ് ഞങ്ങൾക്ക് നക്ക് വാളിക്ക് ചാൻസ് കിട്ടിയമേ. ഹർജിൽ കിട്ടിയ പൈസ നിങ്ങൾ അങ്ങോട്ട് ആർക്ക് കൊടുക്കോ ലങ്ക കൊടുക്കോ നമുക്ക് ഉറുദിച്ചൊന്ന് പഠിക്കണം. ഇപ്പൊ കുറെ കമ്മിറ്റികളെല്ലാരും ഒരു തീരുമാനം എടുക്കണം. ചിലപ്പോ എന്താ ഒരു ഹക്ക് പേനായിട്ട് ഒരു തീരുമാനം എടുത്തെങ്കിൽ തൊന്തരയില്ല അതിന് ചൊല്ലല്ല. വെറുതെ മുത്താലിമീങ്ങളെ ഉറുദി റൊട്ടിക്ക് ഒരു അലർജി വന്നിട്ട് ഫസ്റ്റ് പുറത്തേക്ക് ഒരു ബോർഡിൽ വലിയ ബോർഡ് അങ്ങനെ ബോർഡോ ഇവിടെ മുത്താലിമീങ്ങൾക്ക് ഉറുദിക്ക് ചാൻസ് ഇല്ല. ഓ ഭയങ്കര വലിയ കമ്മിറ്റി പുറത്തൊരു ബോർഡ് എഴുതി വെച്ച് ആഡളിത്ത സമിതി എന്നിട്ട് കീഴിൽ ആഡളിത്ത സമിതി എന്ത് ഗാവൂ വാല് ചൊല്ലുമ്പോ കേരളത്തങ്ങ പറഞ്ഞു കർണാടകത്തങ്ങ വീണു. നൗഫൽ സഖാഫിയുടെ ഡേറ്റ് കിട്ടില്ലേ, ഇന്നായാലും ഉസ്താദിന്റെ ഡേറ്റ് കിട്ടില്ലേ. ഇങ്ങനെ എത്രമാ വാല് ചൊല്ല ഉസ്താദുമാർ ഇനിയും വേണ്ടേ, കാലാകാലങ്ങൾ റായത്തിൽ വേണ്ടേ. അങ്ങക്ക് വാല് ചൊന്നിട്ട് പഠിക്കുള്ള ഒരു ചാൻസ് അല്ലേ റമളാനിൽ തറാവീഹ് കഴിഞ്ഞിട്ട് 10 നിമിഷം പള്ളി അങ്ങ് ഉറുദു ചൊന്നിട്ട് പഠിക്കുമ്പോ അങ്ങക്ക് പാടം പാടി ഉറുദു ചൊല്ല ഒരു ഇൻട്രസ്റ്റ് വന്നിട്ട് പാടം ഉറുദു ചൊന്നിട്ടു അങ്ങ് വലിയ വാഗ്മിമാരായിട്ട് ഒരു നാല് പോലും പുറസോത്തില്ലാണ്ട് ഇടി എല്ലാ ജാവും അല്ലാഹുടെ ദീന്റെ ഇൽമു ഇടി റായത്തുക്ക് പോയിട്ട് ചൊന്നിട്ടു പ്രചാരാക്കടെ മുത്തഅല്ലിമീങ്ങ അങ്ങമേ പിന്നെ ആലിമീങ്ങായി പറഞ്ഞതരെ. അതുകൊണ്ട് ആഡളിത്ത സമിതിമാർക്ക് ഹക്കായ ന്യായം എന്തെങ്കിലും ഇന്നെങ്കിൽ അങ്ങ് എടുത്ത തീരുമാനത്തെ ഞാൻ എതിർക്കില്ല, വിരോധാക്കില്ല. കാലി മുത്തഅല്ലിമീങ്ങൾ ഉറുദി ബാൻഡാ ചൊന്നിട്ട് എടുക്കുന്ന തീരുമാനം ആ തീരുമാനം പെറവെടുക്കണായ തീരുമാനായിട്ടിക്കട് മുത്തഅല്ലിമീങ്ങൾക്ക് ആയത്തര പ്രോത്സാഹം കൊടുക്കണു. ബേന മൈക്ക വെച്ചിട്ടെങ്കിലും കൊടുക്കണു മുത്തഅല്ലിമീങ്ങൾക്കും. പള്ളിയുടെ ഉസ്താദ് മാത്രം മൈക്കണ്ടല്ല മുത്തഅല്ലിമീങ്ങ ഉറുദി വന്നെങ്കിൽ ഞങ്ങ പഠിച്ചോണ്ടിരിക്കും. അങ്ങനെ കൊറിയ എല്ലാ പള്ളിയിലില്ല, കൊറിയ പള്ളിയില് ഞങ്ങൾ മൈക്ക വെച്ച് തന്നോ എന്നാ മുത്താലി മൈക്ക വന്ന മൈക്ക വെച്ച് മൈക്ക വെച്ച് തന്നെ ഒരു കൊസിയ വേറെ മുത്താലിമീങ്ങൾ എല്ലാം ഉറുദിക്ക് പോകണം. അല്ലാഹു തആല വലിയ ബറക്കത്താക്കട്ടെ ഇൻഷാ അല്ലാഹ്. മൽജയില് നാന്റെ വാളറ നടുവിലൊരു വിശേഷമുണ്ട് ഇൻഷാ അല്ലാഹ്. ഈ പോണാല് മുത്തഅല്ലിമീങ്ങൾ ഉടനെ പോയെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ കുറി ഇനിയും മുത്തഅല്ലിമീങ്ങളെ മൽജയില് അകത്യമുണ്ടു. അത് മൽജയ്ക്ക് അകത്യമുണ്ടെങ്കിൽ ഇവിടെ പഠിക്കണ മുത്തഅല്ലിമീങ്ങൾ കൊറടിയുന്നിട്ട് എന്തോ അല്ല, ഇവിടെ ഇഷ്ടം പോലെ മക്ക പഠിച്ചോണ്ടുള്ളാറ് അങ്ങ പഠിക്കണത് റൊട്ടിಗೆ പാടം ഇവിടെ വന്നിട്ട് മക്ക പഠിക്കണു. അതുകൊണ്ട് ഞാൻ എന്റെ പൽക്ക കേട്ടോണ്ടുള്ള ഉമ്മ പെങ്ങന്മാരുടെ ചൊല്ലട്ട ഈ കുറി നിങ്ങളെ മക്കളെ 7ನೇ ക്ലാസ് പരീക്ഷകളിട് 7ാം ക്ലാസ് കലിഞ്ഞ നന്റെ മോൻ എന്തരാക്കടേ ചെന്നിട്ടു റായത്തിൽ ദൈപ്പാട്ടണ്ട ഉമ്മ. ഞങ്ങളെ പരിസരം എന്തു സമയില്ല ഉമ്മ. മക്കെല്ലാരും ആറാറട്ട കൂടിട്ട് വെടക്കായോണ്ടുള്ളാറ്, ഗാഞ്ചത്തെ പെറവില് പോയോണ്ടുള്ളാറ്, 15 വയസ്സുള്ള പൊടിമക്ക പോലും ബാലക്കാരനായിട്ടില്ല അങ്ങ് ഇന്നും. ആ മക്കയുടെ റായത്തെ ഗാഞ്ചത്തെ ഗ്യാങ്കില് കൂടിട്ട് വെടക്കായോണ്ടുള്ളാറ് നല്ല ഉമ്മ അപ്പടെ മക്ക. എത്ര തീർമ്മ നിങ്ങക്ക് നിങ്ങളെ മക്കളെ ജാഗ്രതാക്കൂ. നന്റെ ഉമ്മ നൗഫൽ സഖാഫിയുടെ ഉമ്മ നൗഫൽ സഖാഫിയുടെ സ്കൂളിന്റെ 7ನೇ ക്ലാസ് പഠിപ്പ് കളസത്തെ പഠിപ്പ് കഴിഞ്ഞിട്ട് നന്റെ ഉമ്മ ദർസ് കുട്ടിയും പോയിട്ടാക്കിട്ട് നന്റെ മോണ് ഇൽമു പഠിക്കട്ടെ ചെന്നിട്ടു. ഞാൻ എന്റെ പൽക്ക കേട്ടോണ്ടുള്ള എല്ലാ ഉമ്മമാരിട്ട് ചെന്നോണ്ടുള്ളേ, ബാപ്പമാരിട്ട് ചെന്നോണ്ടുള്ളേ. ഇൻഷാ അല്ലാഹ് 8ാം ക്ലാസ്സില് മൽജ ക്യാമ്പസില് 8ാം ക്ലാസ്സില് ഇൻഷാ അല്ലാഹ് സ്കൂളും ദർസും രണ്ടും ഒട്ടിಗೆ പഠിക്കുള്ള അഡ്മിഷൻ ഈ കുറി നടക്കുക പോണ്ടു. ആയത്തര ಬೇಗ 7ನೇ ക്ലാസ് കലിഞ്ഞ നിങ്ങളെ മക്കളെ 8ാം ക്ലാസ്സില് രണ്ട് പഠിപ്പും ഒട്ടിಗೆ പഠിക്കൂ. മൽജ ക്യാമ്പസില് വന്നിട്ട് അഡ്മിഷൻ ആക്കണു. കാലി 8ാം ക്ലാസ്സില് മാത്രമല്ല PUCക്കും ഇൻഷാ അല്ലാഹ് അഡ്മിഷൻ ഉണ്ട് വിഷയം കിട്ടിയിട്ട്. അങ്ങനെ നിങ്ങളെ മക്കളെ PUCക്കും കുട്ടിയും വന്നിട്ട് പഠിപ്പാട്ടറു, മൽജയിൽ അഡ്മിഷൻ ആക്കറു.
അഡ്മിഷൻ ആക്കിയെങ്കിൽ നിങ്ങളെ മക്കൾക്ക് സെലക്ഷൻ കിട്ടിയിട്ട് ആ മക്ക മൽജയിൽ പഠിക്കുമ്പോ ഉമ്മ ഞാനൊരു പൽക്ക ചൊല്ലട്ടെ ഉമ്മ, നിങ്ങളെ മോണു നിങ്ങളെ മക്ക അങ്ങ് തെറുതപ്പെട്ട് പോവാലെ, അങ്ങ് ഗാഞ്ചത്തുക സേറാലെ, ഏതെങ്കിലും ഒരു കേസിൽ ഗുലുമാലിൽ അങ്ങ് പോയിട്ട് അങ്ങ് സ്റ്റേഷന്റെ പടി പത്താലെ, അങ്ങ് പഠിച്ച് രണ്ട് പഠിപ്പ് ഒട്ടിಗೆ പഠിച്ചിട്ട് സമൂഹത്തുക്ക് ഉമ്മ ബാപ്പകു കുടുംബത്തുക്ക് സമൂഹത്തുക്ക് സമുദായത്തുക്ക് ഉപകാര കിട്ടുന്ന പോലത്തെ നല്ല മക്കളായിട്ട് വളർന്നു വന്നിട്ട് ഒരു നാല് ഉമ്മ അപ്പമാരായ നിങ്ങ മറിച്ചിട്ട് നിങ്ങളെ മയ്യത്ത് കിടത്തിട്ടിക്കുമ്പോ തലല് മുണ്ടാസ് വെച്ചിട്ടുള്ള നിങ്ങളെ മോണ് വന്നിട്ട് കണ്ണട തണ്ണിയത്ത് പാട്ടിട്ട് യാസീനോദിട്ട് റബ്ബേ നന്റെ ഇൽമു പഠിക്കുക കടത്തിയ നന്റെ ഉമ്മയുടെ മയ്യത്തിത്, നന്റെ ഇൽമു പഠിക്കുക കടത്തിയ നന്റെ ബാപ്പയുടെ മയ്യത്തിത്, ഈ ബാപ്പയുടെ നീ ഖബറിൽ വെച്ചിട്ട് ശിക്ഷിക്കണ്ട റഹ്മാനെ, ഇണ്ട് നന്റെ തലയിൽ ഈ മുണ്ടാസ് കാണണമെങ്കിൽ അതിന് കാരണം നന്റെ ഉമ്മം നന്റെ ബാപ്പം, ആ ഉമ്മടം ബാപ്പടം മറിച്ച പിന്നെ ഖബറിൽ നീ ശിക്ഷിക്കണ്ട റബ്ബേ എന്നിട്ടോ ഇൽമു പഠിച്ച നിങ്ങളെ മോണ് തലയെകെട്ട് കെട്ടിട്ട് കണ്ണട തണ്ണിയിട്ട് പാട്ടിട്ട് പടച്ച റബ്ബിട്ട് ഏങ്കർത്തിട്ടത് ആരെങ്കിൽ കേക്കട്ട ഉമ്മ, റബ്ബ് നിങ്ങളെ ഖബറിൽ ശിക്ഷിക്കാനല്ലേ ഉമ്മ, റബ്ബ് നിങ്ങളെ ഖബറിൽ ശിക്ഷിക്കാനല്ലേ ബാപ്പ. അതുകൊണ്ട് ഞങ്ങളെ മക്ക അങ്ങനെ വേണു ചെന്നിട്ടു ഞങ്ങളെ മൽജയിൽ നിങ്ങളെ മക്കളെ അഡ്മിഷൻ ആക്കുക, നിങ്ങൾ റെഡി ആവണു. സാന്ദർഭികമായിട്ട് ഞാൻ ചൊന്നോട്ടില്ല, ഇപ്പൊ ഞാൻ ആ ഭാഗത്തേക്ക് പോണ്ടില്ലേ. ഖുർആനിൽ അല്ലാഹു ചൊന്നിയന്തേ യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള ആൽമാരെ വിളിച്ചിട്ട് അല്ലാഹു ചൊല്ല നോക്കറു, നിങ്ങ കുതിബ അലൈക്കുമുസ് സിയാം, എന്തേ നിങ്ങളൊട്ട അല്ലാഹു നോമ്പ് നോക്കണുണ്ട് ചൊന്നെന്തേ, റമളാനിൽ നോമ്പ് പിടിക്കണു നോമ്പ് നോക്കണുണ്ട് ചൊല്ലുക. കാരണ നിങ്ങാരും ബേജാറാവണ്ട, നിങ്ങൾക്ക് മാത്ര ഉള്ളതല്ല നോമ്പ്, റമളാന് നിങ്ങൾക്ക് മാത്ര ഉള്ളതായിട്ടിക്കൂ. അതുകൊണ്ടിട്ട് നിങ്ങ മാത്രം നോമ്പ് നോക്കടങ്ങാണ്ട് വിചാരിക്കണ്ട. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളെ മുന്നോൽത്തെ സമുദായത്തെ ആൽമാറും നോമ്പ് നോക്കിടാറ്. റമളാന് നിങ്ങൾക്ക് മാത്രാണ്ടുള്ളൂ, റമളാനല്ലാത്ത വേറെ നോമ്പ് നിങ്ങളെ മുന്നോൽ തങ്ങ നോക്കിടാറ്. എന്തിಗೆ നിങ്ങളട്ട റമളാനിൽ നോമ്പ് നോക്കണോണ്ടല്ല ചൊന്നോ, നോമ്പ് നോക്കൂ എന്തിಗೆ തടി കൊറടിയാവുക അല്ല. നോമ്പ് വന്നെങ്കിൽ വേറെല്ല സമയക്കില്ല ഉസ്താദ്, ഗ്യാസ്ട്രിക്കയുടെ പ്രോബ്ലം ഇക്കില്ല, ಅದಕ್ಕೆ മാത്രമാ നോമ്പ്. എന്താ നിങ്ങൾ പോൽമാണ എല്ലാം തിന്നില്ലല്ലേ, ഗ്യാസ്ട്രിക്കയുടെ പ്രോബ്ലം ഇക്കില്ല, വേറെ സമയക്കില്ല ഉസ്താദ്, ആരോഗ്യ ഇക്കിട് പച്ചലെന്തു ഇക്കിൽ, ಅದಕ್ಕೆ മാത്രമാ നോമ്പ് അല്ല. അത് വൈജ്ഞാനികമായ ഒരു വശ വേറെ. പക്ഷെ നോമ്പെന്തിക്ക് ഖുർആനിൽ അല്ലാഹു തആല ചൊല്ല നോക്കറു, ലഅല്ലകും തത്തഖൂൻ, ആ നോമ്പ് പിടിച്ചിട്ട് നിങ്ങളെ ഖൽബിലു തഖ്വ ബറകുവേനായിട്ടിക്കട മുസ്ലിമേ. തഖ്വയില്ലാത്ത ഒരു മുസ്ലിമും ഈമാൻ കിട്ടിട്ട് മരിക്കുകയില്ല. ചൊല്ലട്ട ലാസ്റ്റ് ഒരു വിജയം ഉണ്ടല്ലേ, എപ്പത്തെ വിജയ, മരിക്കുമ്പോ ഈമാൻ കിട്ടിട്ട് മരിച്ചെങ്കിൽ മാത്രല്ലേ വിജയിക്കുക. ഉമ്മ ഉടയത്തരെ ബുർക്കയിട്ടിട്ട് നടക്കറു, ഉമ്മ ഉടയത്തരെ നിങ്ങ ഇബാദത്തെടുത്തിട്ട് നടക്കറു. മരിക്കുമ്പോ ഈമാൻ ഇല്ലാണ്ട് പോയെങ്കിലും പിന്നെ എന്തെങ്കിലും ഒരു വിജയ കിട്ടുകൊണ്ടാ ഇല്ല. ആ മരിക്കുമ്പോ ഈമാന് കിട്ടിട്ട് മരിക്കുള്ള ചാൻസ് എല്ലാ മുസ്ലിമും അല്ല കൊടുക്കില്ല. അങ്ങനെ ആരും കിനാവലും വിചാരിക്കട വേണ്ട. വൽ ആഖിബതു ലിൽ മുത്തഖീൻ, കൊനെയ വിജയ, ലാസ്റ്റ് വിജയ മുത്തഖീനുകു മാത്രായിട്ടിക്കിട്. കൽബുൽ റബ്ബുടെ പേടി നിറച്ചിട്ട് നടന്നങ്ങ ആര്, അങ്ങു മാത്രമേ ലാസ്റ്റ് വിജയ ഇക്കടോ. ആ കൽബുൽ റബ്ബുടെ പേടി ഇക്കണെങ്കിൽ എന്താക്കണു, കൽബുൽ അല്ലാഹുടെ വിയാര നിറക്കണെങ്കിൽ എന്താക്കണു. അത് കായിട്ടിക്കിട ഖുർആനിൽ അല്ലാഹു ചൊന്ന്, നിങ്ങ നോമ്പ് നോക്കറൂ. നോമ്പ് നോക്കിയെങ്കിൽ, നോമ്പ് നോക്കണായ ക്രമത്തിൽ നോമ്പ് നോക്കിയെങ്കിൽ നിങ്ങൾക്ക് നല്ല തഖ്വ കിട്ടു കേട്ടോ. ഈ കുരുടെ റമളാൻ
റമളാന്റെ നോമ്പ് എന്തിനു നോക്കിയോണ്ടുള്ളോ നിങ്ങളട്ട് ആരെങ്കിലും കേട്ടെങ്കിൽ ഉത്തര ഇതേ നന്റെ കൽബ് ഒന്ന് ലംഘണോ നന്റെ കൽബൊന്ന് പ്രകാശിക്കണോ നക്ക കൽബുല് ഈമാന് യാറാവണോ റബ്ബുടെ പേടി കൊണ്ടിട്ട് നന്റെ കൽബ് നിറക്കണോ അത് കായിട്ടിക്കിടനാണ് നോമ്പ് നോക്കിയോണ്ടുള്ളോ ആ ഒരു ഉത്തരായിട്ടിക്കണോ ഞങ്ങളെ ഭാഗത്ത് പറയണോ അതുകൊണ്ടല്ലേ എങ്ങനെങ്കിലും നോമ്പ് നോക്കിയെങ്കിൽ മെയ്യാവാല നോമ്പുടെ ക്രമത്തില് നോക്കണോ ഇന്റെ ബുർക്കയിട്ട